ഇതാണ് ഞാൻ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം. ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയത്. ഇന്ന് പുലർച്ചെയായി ഞാൻ ഈജിപ്തിനോട് തന്നെ വിട പറയാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ബാഗെല്ലാം തൂക്കി ഇന്ന് കെയ്റോയിലെ കുറച്ച് കാഴ്ചകൾക്ക് ശേഷം ഞാനിന്ന് വൈകുന്നേരം നേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് പറക്കുകയാണ്. ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാഴ്ചയാണ്. അതായത് പിരമിഡ്സ്. ഈജിപ്തിൻ്റെ പിരമിഡുകളാണല്ലോ, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ മമ്മികളെ സംരക്ഷിച്ച ആ ഏരിയകളാണല്ലോ ഏറ്റവും അധികം കാണേണ്ട കാഴ്ചകൾ. ആ കാഴ്ചയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. നമ്മൾ ഡ്രൈവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ ഞാൻ കാണിച്ച അതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല. ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഡ്രൈവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ കയറി യാത്ര തുടർന്നു. ഈ വഴികളോടും മറ്റുമെല്ലാം ഞാൻ അവസാനമായി യാത്ര പറയുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചുവരവില്ല. ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. ബിൽഡിങ്ങുകളുടെ അതേ നിലയിൽ നിങ്ങൾക്ക് ദൂരെ കാണാമല്ലോ ഒരു ചെറിയ പിരമിഡ്. അത് ഈ കാറിൽ പോകുമ്പോൾ എൻ്റെ ഡ്രൈവർ മുഹമ്മദ് എന്നോട് പറഞ്ഞതാണ്, ഇവിടെ വലിയ മനോഹരമായൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പിരമിഡിൻ്റെ 2 പിരമിഡുകൾ നിങ്ങൾക്ക് കാണാം. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഗൈഡ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഇതാണ് ഗൈഡ് കാണിച്ചെന്നൊരു പിക്ചർ. ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു മമ്മി, അതായത് ഒരു കുട്ടിയുടെ ശരീരം അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചത് വെച്ചതായിരുന്നു. അവരതിൻ്റെ ഒരു ഫോട്ടോ പണ്ടപ്പോഴോ പോയപ്പോൾ എടുത്തതാണ്. ഇപ്പോൾ അതെല്ലാം മാറ്റി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അന്നെടുത്ത ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിക്ക് തുല്യമായൊരു സ്ഥലത്ത് പിരമിഡുകൾ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി. ഇവിടെയാണ് എൻട്രൻസ്. വെൽക്കം ടു ദ പിരമിഡ്സ് ഓഫ് ഗാസ എന്ന് പറഞ്ഞിവിടെ എഴുതി വച്ചിരിക്കുന്നു. ബിൽഡ് ഫോർ എറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു സബ് ടൈറ്റിലും. നിരവധി ആളുകൾ, ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ പോയത് ഒരു നവംബർ അവസാനമാണ്.